എന്താടാ മുതലാളി, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കും. യൂട്യൂബർ തൊപ്പിക്കെതിരായ പരാതിയിൽ അന്വേഷണം തുടങ്ങിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. ഈ മാനഹാനിയും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാം. നേരത്തെ അശ്ലീല പ്രദർശനവും സ്ത്രീവിരുദ്ധതയും നടത്തുന്നുവെന്ന പരാതിയിൽ തൊപ്പി എന്ന നിഹാദിനെതിരെ DGP അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. കേരളം ഒറ്റക്കെട്ടായി ഈ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. പക്ഷേ പോൺ സൈറ്റുകളിലൊക്കെ കാണുന്ന വീഡിയോകളൊക്കെ തന്റെ ലൈവിലൂടെ പ്രചരിപ്പിക്കുകയും മുങ്ങി മണ്ണെണ്ണയും മുങ്ങി മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുകയും കാര്യം സൂചിപ്പിക്കുമ്പോൾ അദ്ദേഹം ആദ്യം ഒരുപാട് അസ്വാഭാവിക പ്രവർത്തനങ്ങളുമായാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ശ്രദ്ധ ആകർഷിക്കുന്നത്. നിരവധി ഫോളോവേഴ്സ് ഇദ്ദേഹത്തെ നിരന്തരം ഫോളോ ചെയ്യും. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാണ്, പ്രായപൂർത്തി പോലും ആയിട്ടില്ലാത്ത ചെറിയ കുട്ടികൾ നിരന്തരം ഇയാളെ ഫോളോ ചെയ്യുകയും ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ മഹത്തരമാണെന്നും, അതായത് ലൈവിൽ തെറി വിളിക്കുകയും അശ്ലീല പ്രദർശനം നടത്തുകയും ഒക്കെ വളരെ അതൊക്കെയാണ് യുവത്വത്തിന്റെ പ്രസരിപ്പിന്റെ അടയാളം എന്ന് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആളുകളോട് തട്ടിക്കയറുന്നതും ഒക്കെയാണ് തങ്ങളുടെ രീതി, അതൊക്കെയാകണം തങ്ങളുടെ രീതി എന്ന് കുട്ടികൾ തെറ്റിദ്ധരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തൊപ്പി ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനെ അനുകരിക്കാനുള്ള ഒരു പ്രവണത സ്വാഭാവികമായിട്ടും കുട്ടികളിൽ ഉണ്ടാകും. അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവും. പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല, പോയോടത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവല്. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും